ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്രയും സുന്ദരമായ ശോഭനമായ ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ അടിക്കടി വന്ന വെള്ളപ്പൊക്കങ്ങളും ദുരന്തങ്ങളും എണ്ണമറ്റ അപകടങ്ങളും ചെറുതല്ലല്ലോ. വയലാർ പോലും പാടിയില്ലേ? വയലാർ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന വയലാറിന്റെ കവിത. ഈ മനോഹര തീരത്ത് തരുമോ എനിക്കിനിയൊരു ജന്മം കൂടി. ഈ സുന്ദരമായ ഭൂമി, ആ പ്രകൃതിയുടെ രമണീയതയിൽ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു വയലാർ എഴുതിയ പാട്ടാണ്. ഈ സുന്ദരമായ ഭൂമിയിൽ വയലാർ എന്ന് പറയുന്ന എന്നെ ഇനി ജീവിപ്പിക്കുമ്പോ ഈ കേരളത്തിൽ തന്നെ സുന്ദരമായ ഈ ഊശ്വര ഭൂമിയിൽ ഒന്നുകൂടി ഒന്ന് ജീവിപ്പിക്കുമോ എന്നാണ്. അത്രയും മനോഹരമായ ഭൂമിയിൽ ഇത്രയും വലിയ പ്രകമ്പനങ്ങൾ അള്ളാഹു പടച്ചു വെച്ചതിന്റെ പിന്നിൽ അതിശക്തമായ രഹസ്യമുണ്ട്. ഭൗതികവും ആത്മീയവുമായിട്ട് നമുക്ക് പഠിക്കണം. സമയം പോലെ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. സഹോദരങ്ങളെ, മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, ഇന്നൽ മുഅ്മിന ഇദാ അസാബഹു സഖമാ സുമ്മ അഫാഹു അല്ലാഹു മിൻഹു കാന കഫാറത്തുൽ ലിമാ മളാ മിൻ ദുനൂബിഹി. ഒരു മുഅ്മിനിന് ഒരു രോഗമോ, പഠിച്ചു വെച്ചോ സഹോദരങ്ങളെ, ഒരു മുഅ്മിനിന് അല്ലാഹു ഒരു രോഗം കൊടുത്തിട്ടുണ്ടോ? നമ്മൾ പലരും രോഗികളാണ്. നമുക്ക് അല്ലാഹു രോഗം തന്നിട്ടുണ്ടോ? പിന്നെ ആരോഗ്യം അല്ലാഹുവിന് കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ അവനതിൽ മരണപ്പെട്ടു പോയാലും കഫാറത്തുൽ ലിമാ മളാ മിൻ ദുനൂബിഹി, അവന്റെ പാപങ്ങളെല്ലാം അതുകൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കരുത്. വിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുന്നു, അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്ന അല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ മുഅ്മിനായ മനുഷ്യനാണ്, ഞാൻ ഈമാനുള്ളവനാണ്, 5 വഖത്ത് നിസ്കരിക്കുന്നവനാണ് എന്ന് മാത്രം പറഞ്ഞ് ഈ ദുനിയാവിൽ സുഖമായിട്ട് ജീവിക്കാമെന്നാണോ അവൻ വിചാരിച്ചിരിക്കുന്നത്? നമ്മളെയൊക്കെ ചിന്ത, നിസ്കരിക്കുമ്പോ പിന്നെ എനിക്കൊരു പനി വരാൻ പാടില്ല, ഞാൻ 5 വഖത്ത് പള്ളിയിൽ പോകുന്നവനല്ലേ, എനിക്ക് ക്യാൻസർ വരാൻ പാടില്ല. നമ്മളെ ചിന്ത അതാണ്. ഞാൻ ഖുർആൻ ഖത്തം തീർക്കുന്നവനല്ലേ, എനിക്ക് രോഗമുണ്ടാവാൻ പാടില്ല. സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ ഒരു രോഗവും വരാൻ, അമ്പിയാക്കന്മാർക്ക് ഒരു രോഗവും വരാൻ പാടില്ലല്ലോ. അവരുടെ കാലഘട്ടത്ത് പോലും ഭൂമി കുലുങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെയാണോ നമ്മൾ? ഖുർആൻ ചോദിക്കുന്നു, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരിലേക്ക് അവരൊന്ന് നോക്കുന്നില്ലേ? മുൻഗാമികളിലേക്ക് നോക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് അവർ മുൻഗാമികളിലേക്ക് നോക്കാത്തത്? സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു, ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. ഈ ആയത്തിറങ്ങാനുള്ള കാരണം മാ ഫീ മഅനാഹു മിനൽ അഖ്വാലി ഫഹിയ ബാഖിയത്തുൻ ഫീ ഉമ്മത്തി മുഹമ്മദാ. മഹാനായ ഇബ്നു അത്തിയ്യ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്ത് ആ സമയത്ത് മാത്രം ഇറങ്ങിയതല്ല, ഇത് ശേഷമുള്ള മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിനൊന്ന് പഠിക്കാനും അവർ ഉൾക്കൊള്ളാൻ വേണ്ടിയുമാണ്. എത്ര പ്രശ്നങ്ങളായി ഈ അടുത്ത കാലഘട്ടത്തിലും ആലോചിച്ചു നോക്കി. നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി മാത്രം എന്തൊരു ദുരന്തമാണെന്ന് പറയുന്നവരെ, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒലിച്ചുപോയി, മണ്ണിന്റെ അടിയിൽ പെട്ടുപോയി, തകർന്നു പോയി എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും വിശുദ്ധമായ ഖുർആൻ ഒന്ന് ശരിക്ക് പഠിക്കണം സഹോദരങ്ങളെ. അല്ലാഹു പറയുന്നു, വഅസാ അൻ തക്റഹു ശൈആ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഇടങ്ങേറാണെന്ന്, നിങ്ങൾക്കൊരു പനി വരുന്നത്, നിങ്ങളുടെ
നിങ്ങളുടെ വീട്ടിൽ ഇടങ്ങേറി വരുന്നത്, ഒരു കച്ചവടത്തിൽ നഷ്ടം വരുന്നത്, നിങ്ങൾക്കൊരു യാത്രയിൽ ഇറങ്ങി പോകാൻ കഴിയാതെ വരുമ്പോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് നന്മയായിരിക്കും. നിങ്ങൾ നല്ലതെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും വഹുവ ശർറുൽ ലക്കും, അത് നിങ്ങൾക്ക് ദുരന്തമായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, നിങ്ങൾക്കോ ഒരു ചുക്കും അറിയാത്തവരാണെന്ന് ഖുർആൻ. നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലാഹു തന്നാൽ അതിന്റെ പിന്നിൽ എണ്ണമറ്റ പ്രതിഫലങ്ങൾ നമുക്ക് തരുമെന്ന് മുഹമ്മദ് മുസ്തഫ ഈ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അല്ലാഹ് പറയുക, അയ്യുഹൽ അബ്ദിയ, അടിമയായ മനുഷ്യ, ഇഅലം, നീ അറിയണം, അന്ന ഇൽമി അക്മലു മിൻ ഇൽമിക, നീ മനസ്സിലാക്കി വെച്ചതുപോലെയല്ല കാര്യം. വയനാട് ദുരന്തത്തിൽ പെട്ടുപോയവര്, കോവിഡിന്റെ സമയത്ത് ഇവിടെ എത്രയോ പേരുടെ മയ്യത്തുകൾ കൊണ്ട് കബറടക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു, ഓ മയ്യത്തൊന്നും കുളിപ്പിച്ചില്ലല്ലോ, എന്തൊരു ദുരവസ്ഥയാണ്. എത്ര പണ്ഡിതന്മാർ നമ്മുടെ ഈ വെസ്റ്റ് മുടിക്കൽ, ചെറുവേലിക്കുന്ന്, മുള്ളംകുന്ന്, കാനാമ്പറമ്പ് പരിസരത്ത് ഒരേ സമയത്ത് 3 നല്ല പണ്ഡിതന്മാർ ഒറ്റയടിക്ക് മരണപ്പെട്ടു പോയി. കോവിഡ് വന്ന് അവരുടെ ശരീരങ്ങൾ കൊണ്ടുവന്നപ്പോൾ ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു, അടുത്ത് പോലും പോകരുത്, അവർക്ക് സി ടൈപ്പ് കോവിഡ് ആണെന്ന്. മോശമായതുകൊണ്ടാണോ? അല്ലാഹ് പറയുന്നുണ്ട്, സഹോദരങ്ങളെ, അല്ലാഹ് പറയുന്നു, നിങ്ങളെക്കാൾ ആ വിഷയത്തിൽ അറിവ് എനിക്കാണ്, നിങ്ങൾ കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും നിൽക്കരുത്. ഫകുൻ മുസ്തഗലൻ ബിതാഅതി വലാ തൽഫിതു ഇലാ മുഖ്തളി തബഅക. നിങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രം ചെയ്ത് ജീവിക്ക്, നിങ്ങളുടെ ഇഷ്ടാനുസരണം അഭിപ്രായങ്ങൾ പറയല്ലേ. ഇത് ഞാൻ ഉരച്ചു നോക്കും, ഒരു സ്വർണം ഉണ്ടാക്കുന്ന തന്നെ അടിച്ച് പരത്തി അതിനെ ഉരുക്കി എത്രമേൽ അതിന്റെ മേൽ ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ പിന്നിലാണ് ഒരു സ്വർണം ഉണ്ടാകുന്നത്. 916 ഗോൾഡ് ഉണ്ടാവുന്നത് അതിന്റെ പിന്നിൽ ഓർ ഐരിനെ ഉരുക്കിയെടുത്ത് പിന്നെ അത് പല വിഭാഗങ്ങളാക്കി അത് സ്വർണമാക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ഉരുക്കലുണ്ട്. ഇതുപോലെ ഒരു മുഅ്മിനെ അല്ലാഹു ഉരുക്കി നോക്കും. 120 സഫുള്ള ഖിയാമത്ത് നാളിൽ അങ്ങനെ ഉരച്ചു നോക്കിയിട്ട് പത്തരമാറ്റത്തെ 3 സഫിനെയാണ് അല്ലാഹ് സ്വർഗ്ഗത്തെ വിടുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ അല്ലാഹ് ഉരയ്ക്കും, ചെറിയൊരു അസുഖം വരുത്തും, ചില പ്രയാസങ്ങൾ വരും, ചില കടങ്ങൾ വരും. സഹോദരങ്ങളെ, നമ്മൾ ആരും പറഞ്ഞു കളയരുത് രോഗമില്ലാത്തവൻ ഭാഗ്യവാനാണെന്ന്, രോഗമില്ലാത്തവൻ സന്തുഷ്ടനാണെന്ന്, രോഗമില്ലാത്തത് കൊണ്ട് അവൻ എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളവനാണെന്ന് വിചാരിച്ചു കളയരുത്. അബദ്ധമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് തന്നെ പറയുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. മഹാന്മാരായ ഉലമാക്കൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി. തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി ആര്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. സുമ്മ ഹസന അലൈഹ സനാ, പിന്നെ പെണ്ണ് സ്വന്തം ഭാര്യയെ പറ്റി പുകഴ്ത്തി പറഞ്ഞു ത്വലാഖ് ചൊല്ലിയിട്ട്. ഫഖീല, അപ്പൊ ചോദിച്ചു, ലിമ ത്വല്ലഖതഹാ, എന്തിനാ ഖാലിദേ നീ നിന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയത്? അപ്പോഴാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, മാ ഫഅൽതു ലി അംരിൻ റാബനി വലാ സഅനി, എനിക്ക് ഇന്നുവരെ എന്റെ ഭാര്യയെ പരിചരിക്കാൻ പറ്റിയിട്ടില്ല, ഇന്നുവരെ എന്റെ ഭാര്യ ദുഃഖിതയായിട്ടില്ല, ഇന്നുവരെ എന്റെ ഭാര്യ ഒരു രോഗിയായിട്ടില്ല. ലാകിൻ ലം യുസീബുഹാ ഇൻദി ബലാ, ഭാര്യയ്ക്ക് രോഗം വരുമ്പോ നമ്മൾ ഇടങ്ങേറാവണ്ട, വാപ്പാക്ക് രോഗം വരുമ്പോ നമ്മൾ ഇടങ്ങേറാവണ്ട, ഉമ്മാക്ക് രോഗം വരുമ്പോ നമ്മൾ ഇടങ്ങേറാവണ്ട. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്തെന്നറിയോ? അവർക്കൊരു ബലാओ, ഒരു ബുദ്ധിമുട്ടോ, ഒരു പനിയോ ഇതുവരെ വന്നിട്ടില്ല. അല്ലാഹുവിന്റെ അടുക്കൽ പരിഗണനയില്ലാത്തവളാണവൾ, അതുകൊണ്ടാണ് ഞാൻ അവളെ ത്വലാഖ് ചൊല്ലിയതെന്ന് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അവ രോഗം വരണമെന്ന് ദുആ ചെയ്യാനാണോ? നമ്മളെല്ലാവരും ശാപവാക്കോടെ കാണുന്ന ഫിർഔൻ 400 കൊല്ലം ജീവിച്ചിട്ടൊരു തലവേദന പോലും വന്നിട്ടില്ല. ഫിർഔൻ ഒരു തലവേദന പോലും വന്നിട്ടില്ല.
അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് അന റബ്ബിയൽ അഅ്ലാ, ഞാനാണ് ഈ ലോകത്തിന്റെ റബ്ബെന്ന് ഫിർഔൻ പറയാനുള്ള കാരണം അവനൊരു തലവേദന പോലും വരാത്തോണ്ടാണ്. ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ മാറിയാനെ, ഒരു ഇടങ്ങേറവൻ വന്നെങ്കിൽ അവൻ പറയൂലായിരുന്നു. ഒരു പനി പോലും വന്നില്ല, ഒരു ചുമ പോലും വന്നില്ല. മനുഷ്യരെ, നമുക്ക് അല്ലാഹു ഇങ്ങനെയുള്ള അവസ്ഥകൾ തരുന്നത് നമ്മൾ അടിമകളാണെന്നും മനുഷ്യരെ അല്ലാഹു യജമാനനാണെന്നും അറിയിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. ചിന്തിക്ക്. അതുകൊണ്ട് രോഗം വന്നവരെ, കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ, അള്ളാനെ ഓർത്ത് ക്ഷമിച്ചിട്ട് അത് ശിഫയാകാൻ വേണ്ടി ദുആ ചെയ്തിട്ട് അതിന് നല്ലവണ്ണം മരുന്ന് കഴിച്ചിട്ട് നല്ലവണ്ണം ചികിത്സിച്ചിട്ട് റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടി ക്ഷമയോടെ ഇരിക്കൂ. അള്ളാഹ് പ്രതിഫലം തരും. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൂര് സീനാ പർവ്വതത്തിൽ അല്ലാഹനെ കാണാൻ പോകുന്ന പല സംഭവങ്ങളും പല സമയത്തും നമ്മൾ ജുമായ്ക്ക് പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂര് സീനാ പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ തുടങ്ങിയപ്പോ ഒരു മനുഷ്യൻ താഴെ നിന്നുകൊണ്ട് വിളിച്ചു, യാ മൂസാ സലില്ലാഹ ലീ ഹാജതൻ യഖ്ളിയഹാ ലീ ഹുവ അഅലമു ബിഹാ. എന്റെ നല്ലൊരു ആവശ്യം നിറവേറാൻ, ഞാൻ നല്ലത് ഉന്നതമായ സ്ഥാനത്തെത്താൻ അള്ളാഹിനോടൊന്ന് പറയുമോ മൂസ? അള്ളാഹുവിനോടൊന്ന് പറയുമോ മൂസ? മൂസാ നബി ഏറ്റുകൊണ്ട് ആ തൂര് സീനാ പർവ്വതത്തിൽ പോയി. ഫലമ്മാ നസല, താഴെ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച. അല്ലാഹുവേ, നമുക്ക് അല്ലാഹു ഈമാൻ തരട്ടെ. ഈ സംഭവങ്ങളൊക്കെ എന്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒരു ഈമാൻ നമ്മുടെ കൽബിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നസല ഇദാ ഹുവ ബിർറജുലി ഖദ് മസ്സഖ സബ്അ ലഹ്മത വഖതലഹ. ഒരു ഏതോ വന്യമൃഗം വന്ന് കടിച്ചു കീറി കൊന്നിട്ടിരിക്കുന്നു. മൂസാ നബിയോട് പറഞ്ഞു വിട്ട മനുഷ്യൻ താഴെ മൂസാ നബി വന്നപ്പോൾ പിച്ചി ചീന്തി, മസ്സഖ എന്ന് പറഞ്ഞാൽ പിച്ചി ചീന്തിയിട്ടേക്കുന്നു ഏതോ ഒരു മൃഗം വന്ന്. മൂസാ നബി അല്ലാഹുവിനോട് ചോദിച്ചു, മാ ബാലു ഹാദാ യാ റബ്ബ്, റബ്ബേ എന്തു പണിയാ നീ കാണിച്ചത്? അവൻ നല്ല ഒരു അവസ്ഥ കൊടുക്കാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? ഇതാ ഒരു മൃഗം വന്ന് പിച്ചി ചീന്തിയിട്ടിരിക്കുന്നു. അല്ലാഹ് പറഞ്ഞു, യാ മൂസാ, ഏ മൂസാ, ഇന്നഹു സഅലനീ ദറജാ. ആ മനുഷ്യൻ എന്നോട് ചോദിച്ചത് ഉന്നതമായ ദറജയല്ലേ മൂസാ. അലിംതു അന്നഹു ലം യുബല്ലിഗ്ഹാ ബിഅമലിഹി. അവൻ ചെയ്ത ഹജ്ജ് കൊണ്ടോ, അവൻ ചെയ്ത നിസ്കാരം കൊണ്ടോ, അവൻ കൊടുത്ത സദഖ കൊണ്ടോ, അവൻ പണിത പള്ളിയുടെ ബറക്കത്ത് കൊണ്ടോ, അവൻ കെട്ടിപ്പടുത്തിയ സാമ്രാജ്യത്തിന്റെ ശക്തി കൊണ്ടോ അവൻ ഉന്നതമായ പദവിയിലെത്തൂല മൂസാ. ബിമാ തറാ ലിഅജ്അലഹാ വസീലത്തുൻ ലഹു ഫീ നൈലി തിൽക ദറജ. ആ മൃഗം വന്നവനെ പിച്ച് ചീന്തിയപ്പോൾ അവൻ അനുഭവിച്ച വേദന, എന്നിട്ടവൻ ക്ഷമിച്ച അവസ്ഥ, അവൻ തൃപ്തിപ്പെട്ടു മരണപ്പെട്ട ആ ഒരു സാഹചര്യമുണ്ടല്ലോ, അതിലൂടെയാണ് അവൻ ഉന്നത ദറജയിലെത്തുമെന്ന് അല്ലാഹു മൂസാ നബിയോട് അറിയിച്ചതെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനാണ് ഭയപ്പെടേണ്ടത്? ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട സുഹാബി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട സുഹാബി, അലിയാർ തങ്ങളും കൊല്ലപ്പെട്ട സുഹാബി, ഷഹീദായ സുഹാബി. ഇവർക്കൊക്കെ നല്ല മരണം, സുജൂദിൽ കിടന്ന് മരിക്കാൻ പാടില്ലായിരുന്നോ? ഉമർ റളിയല്ലാഹു അൻഹു പള്ളി വന്നപ്പോൾ ഒളിഞ്ഞിരുന്നു കുത്തി ഇറക്കി കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ വന്ന്. അതുപോലെ ഓരോ സുഹാബാക്കളുടെ മരണങ്ങളും ദാരുണമായ അന്ത്യങ്ങളായിരുന്നു. നമുക്കാണ് സുഖിച്ച് മരിക്കണമെന്ന്, രസിച്ച് മരിക്കണമെന്ന് അല്ലാഹു നമുക്ക് തരട്ടെ. പക്ഷെ അതിന്റെ മുന്നിൽ നമ്മൾ ചില ത്യാഗങ്ങൾ സഹിക്കണം. സമ്പത്ത് തരൂല്ല, ഇടുക്കും പടച്ചവൻ കടം തരും, വാടക വീട്ടിലിടും. ചിലപ്പോ ചില ആളുകൾ മക്കളെ തരില്ല, വീട് തരില്ല. നിങ്ങൾ ചിന്തിക്കണം, റബ്ബ് നിങ്ങൾക്ക് തരുന്ന പിന്നിലുള്ളതിന്റെ പരീക്ഷണം. സഹോദരങ്ങളെ, പിന്നിൽ നിങ്ങൾക്കൊരു ഖൈറ് വരാനുണ്ടെന്ന് ചിന്തിക്കണേ. എല്ലാ സുഖാഡംബരങ്ങളിലും മുഴുകിയിട്ട് സൗകര്യങ്ങൾ കിട്ടുമ്പോ ഭാഗ്യം കെട്ടവനാണെന്ന്
ഭർത്താവെന്ന് വീടില്ലാത്തവനെ പറ്റി, മക്കളില്ലാത്തവനെ പറ്റിയിട്ട്, കല്യാണം നടക്കാത്തവനെ പറ്റിയിട്ട്, ഇടങ്ങേറിന്റെ അവലും കഞ്ഞിയായിട്ട് മുച്ചക്ര വാഹനം ഓടിച്ച് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവനെ നോക്കിയിട്ട് ഭാഗ്യം കെട്ടവനെന്ന് പറയാൻ സമ്പന്ന വർഗമേ നിങ്ങൾക്കാർക്കും അധികാരമില്ല. അധികാരിയായ റബ്ബ് ഒന്ന് തീരുമാനിച്ചാൽ ചിരിച്ചാക്കാവുന്നതേ ഉള്ളൂ. റബ്ബായ തമ്പുരാനാണ് സർവാധികാരിയും. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ടല്ലേ ഇബ്നു സീരീൻ എന്ന് പറയുന്ന ഒരു സ്വപ്ന വ്യാഖ്യാതാവിൽ ഉന്നതരായ മഹാൻ ഇബ്നു സീരീൻ, നിന്റെ വീട്ടിലൊരു സന്തോഷം വന്നാൽ ഉടനടി നീ പ്രതീക്ഷിക്കണം ഒരു ദുഃഖം അതിന്റെ പിന്നിൽ വരാനുണ്ട്, ഉറപ്പാണ്. അതല്ലേ കല്യാണ വീട്ടിൽ ആഡംബരം കാണിക്കുമ്പോ അറുമാദിക്കല്ലേ എന്ന് പറയാനുള്ള കാരണം അതാണ്. അറുമാദിച്ച എത്രയോ കല്യാണങ്ങൾ ത്വലാഖിന്റെ വക്കീലെത്തി. ആഡംബരത്തിന്റെ ഉന്മാദത്തിൽ ലഹരി പൂണ്ട പോലെ അറുമാദിച്ചപ്പോ ആ കല്യാണത്തിന്റെ ദാമ്പത്യം കുട്ടികൾ ഉണ്ടായില്ല, ഉള്ള കുട്ടികൾ സ്വാലിഹീങ്ങളായില്ല. സഹോദരങ്ങളെ, അറുമാദനം കുറയ്ക്കണേ, അറുമാദനം കുറയ്ക്കണേ. അല്ലാഹു ഈമാൻ തരട്ടെ, അല്ലാഹു ഈമാൻ തരട്ടെ. പാഠങ്ങൾ കിട്ടിയാലേ പഠിക്കൂ എന്ന് നമ്മൾ ചിന്തിക്കരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, നിങ്ങൾ ഫലസ്തീന്റെ മണ്ണിൽ കണ്ടോ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കിടന്നുറങ്ങാൻ കിടപ്പാടമില്ല. നമ്മളെ മക്കളെ പോലത്തെ ആ മക്കള് ചെറ്റക്കൂരയിൽ കഴിയുമ്പോ ടാർപ്പ വലിച്ച് കെട്ടിയിട്ട് ഷീറ്റിന്റെ അടിയിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് തൊലിപ്പുറത്ത് അസുഖം ബാധിച്ചിട്ട്, വ്രണം ബാധിച്ചിട്ട് ഒന്ന് ചൊറുവാൻ കൈപൊക്കാൻ പോലും കഴിയാതെ അവരുടെ ശരീരങ്ങൾ മാലിന്യം പേറിയിരിക്കുകയാ. ഉറങ്ങുന്ന കുട്ടികളുടെ ചെവിയുടെ ഉള്ളിൽ പഞ്ഞു കയറ്റി വെച്ചിരിക്കുന്നു. പാറ്റകളും എലികളും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട പൊന്നുമക്കളുടെ ഏതോ കുഞ്ഞിന്റെ ചെവിയിൽ വന്ന് എലി കടിച്ചപ്പോ നിലവിളിച്ചു പോയെന്ന് ഒന്ന് നിലവിളിക്കാൻ പോലും ആരോഗ്യമില്ലാതെ ഫലസ്തീന്റെ പൊന്നുമക്കള് മാറുമ്പോ ഇവിടെ സുഖാഡംബരത്തിൽ അറുമാദിക്കുന്ന എന്റെ മുസ്ലിം സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് നന്ദി ചെയ്യാതെ അവൻ തന്ന ആഹാരം ഒരു മടി കൂടാതെ വെട്ടി വിഴുങ്ങുന്ന, ഒരൊറ്റ വക്കത്ത് നിസ്കാരം പോലും നിസ്കരിക്കാതെ പടച്ചവൻ തന്ന ഓക്സിജൻ ശ്വസിക്കുന്ന, അവൻ തന്ന ആരോഗ്യം അനുഭവിക്കുന്ന മുസ്ലിം നാമധാരികളായ ആളുകളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വാക്ക് കേട്ടോ, യവദ്ദു അഹ്ലുൽ ആഫിയ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നിന്നെ കൊണ്ടുവരും. നിന്നെ കൊണ്ടുവന്നിട്ട് ഈ ഫലസ്തീൻ പീഡനം അനുഭവപ്പെട്ട വയനാടിന്റെ മണ്ണിൽ കല്ലുകളുടെ ഇടയിൽ പെട്ട് ചെളിവായിലും മൂക്കിലും നിറഞ്ഞ് മരണപ്പെട്ടു പോയ, ഷഹീദായി പോയ പോസ്റ്റുകളും മരങ്ങളും വന്നടിച്ചിട്ട് ശരീരത്തിന്റെ അവയവങ്ങൾ വിഞ്ഞിട്ടറ്റ് വേററ്റ് പോയ പാവപ്പെട്ടവരെയും കൊണ്ടവിടെ നിർത്തിയിട്ട് നന്ദിയില്ലാതെ ജീവിച്ച നിന്റെ ശരീരത്തിൽ നിന്ന് ഓരോ ചീളുകളും അല്ലാഹു ഇങ്ങനെ കീറിയെടുക്കും. അന്ന ജുലൂദഹും ഖുരിളത്തു ബിൽ മഖാരീർ. ഊർന്ന് നിന്നെ ഈർച്ചവാള് കൊണ്ട് ഇങ്ങനെ കീറിയെടുക്കുമ്പോ നീ പറയുന്നൊരു വാക്കുണ്ട്, അല്ലാ, അന്ന് വയനാടിലും ഫലസ്തീനിലും ജീവിച്ചാൽ മതിയായിരുന്നു അല്ലാ, ഇത് താങ്ങാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ അല്ലാ. അതാണ് അവസ്ഥ. സുഖിക്കല്ലേ സഹോദരങ്ങളെ, ചിന്തിക്കന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കന്റെ പ്രിയപ്പെട്ടവരെ. മഹാന്മാരായ പണ്ഡിതന്മാർ പാടുന്ന പാട്ട് എത്രയോ സുന്ദരമായി, എത്രയോ ബാപ്പ വെള്ളിപ്പറമ്പ് പാടിയല്ലോ. കല്യാണത്തിന്റെയും വീടിന്റെയും കിട്ടുന്ന സൗകര്യങ്ങളും നമ്മൾ ആസ്വദിക്കുമ്പോ അവരെ ഓർത്തിട്ടൊന്ന് ചിരി കുറയ്ക്ക്, അവരെ ഓർത്തിട്ടൊന്ന് അടങ്ങി ജീവിക്ക്. 5 വക്ത് നിസ്കാരം പടച്ചോനെ ഓർത്ത് പള്ളി വന്ന് നിസ്കരിക്ക്. ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ സക്കീർ എന്ന സഹോദരൻ ചെറുവേലിക്കുന്നുള്ള എല്ലാ വർഷവും ന്യൂ ഇയറിന്റെ ജനുവരി 1 ആകുമ്പോൾ ഒരു ഡയറിയുമായിട്ട് എന്റെ മുന്നിൽ വരും. ഒരു ആരോഗ്യ പ്രശ്നവുമില്ലാത്ത മനുഷ്യൻ, നാവൊന്ന് കടിപെട്ട് കവിളിൽ ഒരു ചെറിയ മുഴ വന്നതാണ്. ക്യാൻസർ എന്ന് പറയുന്ന രോഗം ശരീരത്ത് മുഴുവനും പിടിപ്പെട്ടി കഴിഞ്ഞ ദിവസം. അല്ലാഹു ഷഹീദിന്റെ കൂലി നൽകുമാറാവട്ടെ. ഒരു ചെറിയ കടി നാക്കിൽ എന്റെ പല്ല് വന്ന് കവിളിൽ തട്ടിയതാണ് കാരണമെന്ന്. ചെറുതുമതി. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ടാണ് ബാപ്പ വെള്ളിപ്പറം പാടിയത്, നിലം വിട്ട് ചാടല്ലേ മോനെ, നിലം മറന്നാടല്ലേ കരളേ, അസ്രായിൽ ചാരയത്തും നിന്റെ മേനിയിൽ മരണവും പിറയും,
നിന്നെ നീട്ടി വിളിക്കുന്ന നാമം മറയും. മക്കൾ പോലും മയ്യത്തെന്ന് മാറ്റിപ്പറയും. ഉറ്റവരെല്ലാം ചുറ്റും നിന്ന് കരയും. നിന്റെ റൂഹ് നിന്നിൽ നിന്നും പോയി അകലും. വല്ലാത്തൊരവസ്ഥയിൽ മാറും, വല്ലാത്തൊരവസ്ഥയിൽ മാറും. ആ മാറുന്നതിന് മുമ്പ് മാറി ചിന്തിക്കാനും ഈമാനോടെ ജീവിക്കാനും മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ.